അപൂർവ സസ്യജന്തുജാലമടങ്ങുന്ന പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യം പരിഗണിച്ചാണ് മലനിരകളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. റഷ്യയിൽ ചേർന്ന ലോക പൈതൃക കമ്മിറ്റി യോഗം പശ്ചിമഘട്ടത്തിലെ 39 മേഖലകളെ പട്ടികയിൽ ഉൾപ്പെടുത്തി. കേരളത്തിലെ 5 ഭൂപ്രദേശങ്ങൾക്ക് കീഴിലുള്ള 19 സ്ഥലങ്ങളും ഇതിലുൾപ്പെടും. ആനമലയ്ക്ക് കീഴിൽ മാങ്കുളം, ചിന്നാർ, കണ്ണവംശോല, കരിയൻശോല. നീലഗിരിയിൽ ഉൾപ്പെടുന്ന സൈലന്റ് വാലി, അമരമ്പലം, കാളികാവ്, അട്ടപ്പാടി. അഗസ്ത്യമലയിലെ നെയ്യാർ, ചെങ്കുറിഞ്ഞി, പേപ്പാറ, കുളത്തൂപ്പുഴ, പാലോട്. പെരിയാർ മേഖലയിൽ കടുവാ സങ്കേതം ഉൾപ്പെടുന്ന പ്രദേശം റാന്നി, കോന്നി, അച്ചൻകോവിൽ. തലക്കാവേരിക്ക് കീഴിലുള്ള ആറളം എന്നിവയാണ് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങൾ. കമ്മിറ്റിയിലെ 17 രാഷ്ട്രങ്ങൾ പശ്ചിമഘട്ടത്തെ നാമനിർദ്ദേശം ചെയ്യാനുള്ള തീരുമാനത്തെ പിന്തുണച്ചു. 6 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ചില സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് പശ്ചിമഘട്ടത്തെ ഇന്ത്യ ലോക പൈതൃക പട്ടികയിലെത്തിച്ചത്. മലനിരകളുടെ സംരക്ഷണ പ്രവർത്തനത്തിന് കമ്മിറ്റിയിൽ നിന്നും ധനസഹായം ലഭിക്കാൻ തീരുമാനം സഹായിക്കും. ഒപ്പം ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള പശ്ചിമഘട്ട നിരകളുടെ പ്രാധാന്യം ലോകത്തിനു മുന്നിൽ അടയാളപ്പെടും. എം. ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ, ദില്ലി.